عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد. قال الإمام المجدد شيخ الإسلام محمد بن عبد الوهاب بن سليمان التميمي رحمه الله في كتاب التوحيد باب ما جاء في التطير. കിതാബ് തൗഹീദിലെ അടുത്ത അധ്യായം 28ാമത്തെ ബാബാണ്. ബാബു മാ ജാഅ ഫി തതയ്യുർ. തതയ്യുറിനെ കുറിച്ചുള്ള ബാബ്. തതയ്യുർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അറബിയിൽ തയ്ർ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് അർത്ഥം. ആ വാക്കിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് തതയ്യുർ. ലക്ഷണം നോക്കൽ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ബാബുകൾക്കൊക്കെ സിഹറിനെ കുറിച്ച്, അതുപോലെ കിഹാനത്ത്, ജ്യോത്സ്യപ്പണി, അതിനെക്കുറിച്ചൊക്കെയുള്ള ബാബുകൾ ഇവിടെ കൊടുക്കാൻ കാരണം എന്താണ്? തൗഹീദിനെ തകർക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ തൗഹീദിന് ദോഷം വരുന്ന, കോട്ടം തട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലടുത്തതായിട്ട് പറയുന്നതാണ് ബാബു മാ ജാഅ ഫി തതയ്യുർ. തതയ്യുർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭാഷയിൽ നമ്മൾ പറഞ്ഞു പക്ഷി ലക്ഷണം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ശറഅയിൽ സാങ്കേതികമായി തതയ്യുറിൻ്റെ അർത്ഥം മാ ഹമലൽ ഇൻസാന അലൽ ഇഖ്ദാമി അവിൽ ഇഹ്ജാം. ഒരു മനുഷ്യനെ ഇഖ്ദാം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക, ഒരു പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഇഹ്ജാം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയിൽ നിന്ന് പിന്നോട്ട് പോവുക, അതിന് പ്രേരിപ്പിക്കുന്ന കാര്യം. ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ചെയ്യാൻ വിചാരിച്ച ഒരു പ്രവൃത്തി ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു കാര്യം, അതിനാണ് തതയ്യുർ എന്ന് പറയുക. തതയ്യുറിന്റെ ഹുക്ം എന്താണ്? ഒരാളൊരു ലക്ഷണം നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പൂച്ച നമ്മുടെ കുറുകെ ചാടി, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന യാത്ര ഒഴിവാക്കി. അതാണ് തതയ്യുർ. അതിന്റെ ഹുക്ം എന്താണ്? ഹറാമാണ്, ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. കാരണം ആ പൂച്ചയിൽ നിന്ന് ഖൈറും ഷർറും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ അത് സബബാണ് എന്ന് വിശ്വസിക്കുന്നു. ആ പൂച്ച ഇങ്ങോട്ട് ചാടിയത് ഒരു ഷർറിനുള്ള സബബാണ് എന്ന് വിചാരിക്കുന്നു. ആ പൂച്ച നേരിട്ട് പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഷിർക്കുൻ അക്ബർ ആവാതിരുന്നത്. എന്നാൽ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ആ കണ്ട ജീവി അതിന് ഒരു ശക്തിയുണ്ട്, അത് നമ്മെ ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷിർക്കുൻ അക്ബറും ആകും. വഖൗലുല്ലാഹി തആല, ഈ ബാബില് ശൈഖുൽ ഇസ്ലാം ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ 8 ദലീലുകൾ കൊടുത്തിട്ടുണ്ട്, ആയത്തും ഹദീസുമായിട്ട്. ഒന്നാമത്തെ ദലീല് വഖൗലുല്ലാഹി തആല, അല്ലാഹു തആലയുടെ ഈ വാക്കാണ്, അലാ ഇന്നമാ ത്വായിറുഹും ഇൻദല്ലാഹി വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അറിയുക, അവരുടെ ലക്ഷണം ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലാകുന്നു. ഇവിടെ ത്വായിർ എന്ന വാക്കിന്റെ ഭാഷയിലെ അർത്ഥമാണ് ലക്ഷണം എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ ആയത്തിന്റെ ഉദ്ദേശം അവരുടെ ഖദർ എന്നാണ്, അവരുടെ വിധി. അവരുടെ വിധി അള്ളാഹുവിന്റെ പക്കലാണ്. അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ഈ ലക്ഷണങ്ങളും അതുപോലെ തന്നെ ശകുനങ്ങളും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചല്ല അവർക്ക് ജീവിതത്തിൽ ഖൈറും ഷർറും സംഭവിക്കാൻ പോകുന്നത്. നേരെ മറിച്ച് ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലാകുന്നു അവരുടെ ഖദർ. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷെ അവരിൽ അധിക പേരും അറിയുന്നില്ല. ഖദർ അള്ളാഹുവിന്റെ പക്കലാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. വഖൗലുഹു, അതുപോലെ തന്നെ അള്ളാഹു തആല പറഞ്ഞു, ഖാലു ത്വായിറുക്കും മഅക്കും. ആദ്യത്തെ ആയത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഥയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. മൂസാ നബി അലൈഹിസ്സലാം ദഅവത്ത് ചെയ്തപ്പോൾ ഫിർഔനും കൂടെയുള്ള നിഷേധികളും കാഫിറുകളും പറഞ്ഞിരുന്ന കാര്യമാണ്, നിങ്ങൾ ഒരു ദുശകുനമാണ്, ഞങ്ങൾക്ക് ഷെറുമായിട്ട് വന്നവരാണ്. അപ്പൊ അവരോട് അള്ളാഹു തആല പറയുകയാണ്, അവരുടെ വിധി അത് ശകുനത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവരുടെ ജീവിതത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത്, നേരെ മറിച്ച് അള്ളാഹുവിന്റെ അടുക്കലാകുന്നു അവരുടെ ഖദർ എന്ന്. അടുത്തത് ഖാലു ത്വായിറുക്കും മഅക്കും എന്ന് പറഞ്ഞത് സൂറത്ത് യാസീനിലാണ്. സൂറത്ത് യാസീനില് മുർസലീങ്ങൾ വന്ന് ദഅവത്ത് ചെയ്തപ്പോൾ അവിടെയും കാഫിറുകളായ ജനങ്ങൾ എന്ത് പറഞ്ഞു? ഇന്നാ തതയ്യർനാ ബിക്കും, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ലക്ഷണക്കേടിലായിരിക്കുന്നു, നിങ്ങൾ വന്നതിന് ശേഷം ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവർക്ക് കൊടുത്ത മറുപടിയാണ് ത്വായിറുക്കും മഅക്കും, നിങ്ങളുടെ ശകുനം നിങ്ങളുടെ കൂടെ തന്നെയാണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നേരത്തെ ആദ്യം പറഞ്ഞ ആയത്തിൽ പറഞ്ഞത് നിങ്ങളുടെ ഖദർ അള്ളാഹുവിന്റെ അടുക്കലാണ്, ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ അടുത്താണ്. അത് തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യമില്ല. യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, ആദ്യത്തെ ആയത്തിൽ ഉദ്ദേശിച്ചത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഈ സംഭവങ്ങൾക്ക്, പ്രത്യേകിച്ച് ദോഷകരമായിട്ടുള്ള സംഭവങ്ങൾക്ക് കാരണക്കാർ നിങ്ങളാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. സബബ് നിങ്ങൾ തന്നെയാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ, നിങ്ങളെ ബാധിക്കുന്ന എല്ലാ ദോഷത്തിന്റെയും കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. അള്ളാഹു ധാരാളം വിട്ടുവീഴ്ച ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആണ്
നിങ്ങൾക്ക് ദോഷങ്ങൾ ബാധിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ. അടുത്തത് ഒരു ഹദീസാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ അദ്വ വലാ തിയറ വലാ ഹാമ വലാ സഫർ. 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിഷേധിക്കുകയാണ്, അവ ഇല്ല എന്ന് പറയുകയാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ലാ അദ്വ. അദ്വ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണക്ക് പോലുള്ള അസുഖങ്ങൾ, അതില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇങ്ങനെ പകർച്ചവ്യാധികളില്ല, ഒരു രോഗവും പകരുകയില്ല എന്നാണോ? അങ്ങനെ പറഞ്ഞ ചില ഉലമാക്കളുണ്ട്. ഈ ഹദീസിന്റെ ലാഹിറായ അർത്ഥം എടുത്തിട്ട് പകർച്ചവ്യാധി തീരെ ഇല്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ തന്നെയുണ്ട്. പക്ഷെ കൂടുതൽ ശരിയായ അഭിപ്രായമായി ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അതുപോലെ മുൻഗാമികളായ പല പണ്ഡിതന്മാരും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത് രോഗം പകരും. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ജാഹിലിയ കാലത്ത് അറബികൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പല ആളുകളും വിശ്വസിക്കുന്നത് പോലെ അള്ളാഹുൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ എന്താണ് പറയാ രോഗം പകരുന്നതിനെ കുറിച്ച്? അത് ഈ രോഗാണു അല്ലെങ്കിൽ ആ രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി അത് അതിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അത് പകർന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മളതല്ല വിശ്വസിക്കുന്നത്, അള്ളാഹുവിന്റെ ഇതിനില്ലാതെ പകരുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ രോഗം പകരും, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പകരുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കാതെ ഒരാൾ ഈ രോഗത്തിൽ പൂർണ്ണമായി അതിന് ഒരു കഴിവ് വിശ്വസിച്ചാൽ അതാണ് അദ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പകർച്ചവ്യാധി ഇല്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ എത്ര വലിയ പകർച്ച രോഗമായാലും അത് പകരുകയുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്നത്. വലാ തിയറ. അതുപോലെ തന്നെ ഈ പകർച്ചവ്യാധി ഉണ്ട് എന്നുള്ളതിനെ തെളിവാക്കിയ ഹദീസ് എന്താണ്? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വഖഅത് ത്വാഊനു ബിഅർദിൻ ഫലാ തദ്ഖുലൂഹാ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. പകർച്ചവ്യാധിയായ പ്ലേഗ് അത് ഒരു നാട്ടിൽ ഉണ്ട് എന്ന് കേട്ടാൽ അങ്ങോട്ട് നിങ്ങൾ പോകരുത് എന്ന് പറയുകയുണ്ടായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 ഹദീസുകളും ജംഅ ചെയ്തുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച പകർച്ചവ്യാധി എങ്ങനെയാണ്? അള്ളാഹുവിന്റെ അനുമതി പ്രകാരമുള്ളത്. ഇല്ല എന്ന് പറഞ്ഞ അദ്വ, ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച പകർച്ചവ്യാധി എന്താണ്? ജാഹിലി അറബികൾ വിശ്വസിച്ചിരുന്ന സ്വന്തം ഇഷ്ടപ്രകാരം പകരുന്ന രോഗം. അങ്ങനെ അതിനൊരു കഴിവ് അവർ വകവെച്ചു കൊടുത്തിരുന്നു, അതാണ് നിഷേധിച്ചിട്ടുള്ളത്. വലാ തിയറ. അതുപോലെ തന്നെ ഈ ലക്ഷണം നോക്കുന്ന പരിപാടി അത് ഇല്ല, അങ്ങനെ ഒരു ശകുനം എന്ന് പറയുന്ന കാര്യം ഇല്ല. വലാ ഹാമ. ഹാമത്ത് ഇല്ല. ഹാമത്ത് എന്ന് പറഞ്ഞാൽ അതും ജാഹിലിയ കാലത്തുണ്ടായിരുന്നൊരു വിശ്വാസമാണ്. ഹാമ എന്നുള്ള വാക്കിന്റെ അർത്ഥം ശരിക്ക് കൂമൻ എന്ന് പറയുന്ന പക്ഷിയാണ്. അതിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. 2 അഭിപ്രായങ്ങൾ കാണാം. ഒരു വിഭാഗം പറയുന്നത് അവര് ഈ പക്ഷി ഒരു ലക്ഷണം കെട്ട പക്ഷിയാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അത് വന്ന് വീടിന്റെ മുകളിലിരുന്ന് മൂളിയാൽ അവിടെ അടുത്ത് തന്നെ ഒരാൾ മരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മറ്റു ചിലർ വിശ്വസിച്ചിരുന്നത് ഒരാള് മരണപ്പെട്ടാൽ അയാളുടെ ളുൽമായിട്ട് അക്രമമായിട്ട് കൊല്ലപ്പെട്ടാലൊക്കെ അയാളുടെ ആത്മാവ് റൂഹ് ഈ കൂമന്റെ രൂപത്തിലേക്ക് മാറും. എന്നിട്ട് പ്രതികാരം ചെയ്യുന്നത് വരെ അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും ഇതിന്റെ വകഭേദങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. വലാ സഫർ. സഫർ ഇല്ല. എന്താ സഫർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? സഫർ മാസം ഒരു നഹ്സുള്ള മാസമായിട്ട് ദുശകുനമായിട്ടായിരുന്നു അറബികൾ കണ്ടിരുന്നത്. അറബി മാസങ്ങളാണ് മുഹറം, സഫർ ഇങ്ങനെ പോകുന്ന. ഈ മാസത്തിൽ 2ാമത്തെ മാസമായ സഫർ അവര് ഒരു ഷെറിന്റെ മാസമായിട്ടായിരുന്നു കണ്ടിരുന്നത്. അപ്പൊ ചില പണ്ഡിതന്മാര് സഫർ എന്നുള്ള വാക്ക് പറയുമ്പോൾ അതിന്റെ കൂടെ സഫറുൽ ഖൈർ എന്ന് പറയും. ഡേറ്റ് ഒക്കെ എഴുതുമ്പോൾ സഫർ മാസമാണെങ്കിൽ 1 സഫർ അൽ ഖൈർ എന്ന് എഴുതും. അങ്ങനെ എഴുതരുത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു ഖൈർ സഫറിലുള്ളതായിട്ടും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഈ ഷെറില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചില ഉലമാക്കൾ, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സഫറുൽ ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വക ജാഹിലിയത്തിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. സാദ മുസ്ലിമുൻ. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഇങ്ങനെ കൂടി കാണാം, വലാ നൗഅ വലാ ഗൂൽ. നൗ എന്ന് പറഞ്ഞാൽ രാശി എന്നാണ് അർത്ഥം. ചന്ദ്രന്റെ 28 രാശികൾ എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ബാബിൽ വിശദീകരിച്ച് പറയും. വലാ ഗൂൽ. ഗൂൽ എന്ന് പറഞ്ഞാൽ ഗൂലത്തുൻ എന്നുള്ളതിന്റെ ജംആണ്. ഗൂലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഈ ഒടിയൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു വാക്കാണ്. അതായത് ഒരു ഭീകര രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രേതങ്ങൾ, പിശാചുക്കൾ. അതില് ജാഹിലിയ കാലത്ത് ആളുകൾ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നത്. എന്താ വിശ്വാസം? അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഈ സാധനമുണ്ട്, പിശാചുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തു കൂടി യാത്ര ചെയ്യാൻ പേടിക്കും. അതിന്റെ ആവശ്യമില്ല. ചിലപ്പോ പിശാചുക്കൾ ഉണ്ടായിരിക്കാം, ജിന്നിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഒരു ജിന്നുണ്ട് ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പേടി. അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ജിന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്
അറിയിച്ചു തരാൻ നമുക്ക് ആരുമില്ല. നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ ഇന്നൊരു വഴിയിൽ ഒരു ജിന്നി നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും നമുക്ക് മാർഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ അതിനെ പേടിച്ച് നടക്കേണ്ട കാര്യമില്ല. വലഹുമ, അതുപോലെ തന്നെ ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്. അൻ അനസിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ അദ്വ വലാ തിയറ. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേപോലെ പകർച്ചവ്യാധിയില്ല, അതുപോലെ തന്നെ പക്ഷി ലക്ഷണം ശകുനം അതിന് യാഥാർത്ഥ്യമില്ല. വയുഅ്ജിബുനിൽ ഫഅൽ, പക്ഷെ ഫഅൽ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു. ഫഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫഅൽ എന്ന് പറഞ്ഞാൽ അടുത്ത ഹദീസിൽ വിശദീകരിക്കാം, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഖാലു വമൽ ഫഅൽ, സ്വഹാബത്ത് ചോദിച്ചു എന്താണ് ഫഅൽ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ കലിമത്തു ത്വയ്യിബ, നല്ല വാക്ക്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ല വാക്ക് എന്നുള്ളതുകൊണ്ട് ഫഅൽ എന്ന് പറയുന്നത് ഒരു വാക്കിന്റെ ലക്ഷണമാണ്, നല്ല ലക്ഷണമുള്ള വാക്ക്. അപ്പൊ നമ്മൾ ലക്ഷണം നോക്കുന്ന പരിപാടി ഇല്ല എന്ന് പറഞ്ഞു, പക്ഷെ ചില വാക്കുകൾക്ക് ഒരു നല്ല ലക്ഷണം ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമായിരുന്നു എന്നും ഈ ഹദീസിൽ പറയുന്നു. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇത് തമ്മിലൊരു വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യമില്ല. നേരെ മറിച്ച് വ്യത്യാസം എന്താണ്? ലക്ഷണം നോക്കൽ, ശകുനം നോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ നിർവചനം പറഞ്ഞു. മഹമലൽ ഇൻസാന അലൽ ഇഖ്ദാമി അവിൽ ഇഹ്ജാം, ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യം. ഉദാഹരണത്തിന് ഒരു യാത്രക്ക് ഒരുങ്ങാണ്, അപ്പൊ പുറപ്പെടണോ വേണ്ടേ? അപ്പൊ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു ജന്തു ഇങ്ങോട്ട് പറക്കുകയാണെങ്കിൽ പുറപ്പെടാം, അടുത്ത ഭാഗത്തേക്കാണെങ്കിൽ പുറപ്പെടുകയില്ല എന്ന് തീരുമാനിച്ചു. അപ്പൊ ഈ പ്രവൃത്തി ചെയ്യാനുള്ള അടിസ്ഥാന പ്രേരണ എന്താണ്? ഈ നോക്കുന്ന ലക്ഷണമാണ്. നേരെ മറിച്ച് ഫഅൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യാൻ തീരുമാനിച്ചു, ഉറപ്പിച്ചു, എന്നിട്ട് അതിന് ഇറങ്ങിയപ്പോൾ അതിന് അനുകൂലമായ ഒരു കാര്യം നമ്മൾ കണ്ടു. ഉദാഹരണത്തിന് നമ്മളൊരു യാത്രക്ക് പോവാണ്, ദീർഘമായൊരു യാത്ര. അപ്പോൾ വാഹനത്തിൽ കയറി നോക്കിയപ്പോൾ വാഹനത്തിൽ പെട്രോൾ ഫുള്ളാണ്. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, നോക്കിയപ്പോൾ പെട്രോൾ ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു അൽഹംദുലില്ലാ, ഇത് നല്ലൊരു ലക്ഷണമാണ്, ആ യാത്രക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യമാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യും? ആ പ്രവൃത്തിക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നതല്ല, നേരെ മറിച്ച് അൽ ഫഅലു മുഖവ്വി, ഒരു പ്രവൃത്തിയെ ശക്തിപ്പെടുത്തുന്ന കാര്യമാണ് ഫഅൽ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരു യാത്ര തിരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ ആരെങ്കിലുമൊക്കെ യാത്രയിലുള്ള പ്രാർത്ഥന പഠിക്കുന്നത് കേട്ടു. അപ്പോൾ യാത്രയിലെ ഖൈർ ചോദിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾക്കാണ് ഫഅൽ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. ഹുദൈബിയ സന്ധിയിൽ മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് ചർച്ചയ്ക്ക് വേണ്ടി വന്നത് സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന പിൽക്കാലത്ത് സഹാബിയായി മാറിയ വ്യക്തിയായിരുന്നു. അദ്ദേഹം അന്ന് മുശ്രിക്കാണ്. അപ്പോൾ സുഹൈൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിച്ചു എന്നാണ്. കാരണം എളുപ്പമെന്നാണ് സഹൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമാകും, ഈ സന്ധി കൊണ്ട് ഖൈറുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചു. അപ്പോൾ ഹുദൈബിയ സന്ധി ഉണ്ടാക്കിയത് ഇയാളെ പേര് കണ്ടിട്ടൊന്നുമല്ല, അത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്, അള്ളാഹുവിന്റെ വഹയാണ്. പക്ഷെ അതിന് അനുകൂലമായ ഒരു കാര്യം കണ്ടപ്പോൾ അതിൽ സന്തോഷിച്ചു. അതാണ് ഫഅൽ എന്ന് പറയുന്നത്. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, തഫാഉൽ, ഇങ്ങനെയുള്ള നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളത്. അടുത്ത ഹദീസ് അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചുള്ള ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഈ ശകുനം നോക്കുന്ന പരിപാടിയെ കുറിച്ച്, തുയറത്തിനെ കുറിച്ച് പറയപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു അഹ്സനുഹൽ ഫഅൽ, റസൂൽ പറഞ്ഞു അതിൽ ഏറ്റവും നല്ലത് ഫഅലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ലക്ഷണം നോക്കുന്നതും ഫഅലും തമ്മിൽ പിന്നെ രണ്ടും ഒന്നാണോ? അല്ല, നേരെ മറിച്ച് അത് രണ്ടും തമ്മിൽ ചെറിയ സാമ്യമുണ്ട്. സാമ്യം എന്താണ്? രണ്ടും മനുഷ്യനെ ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കുന്നതാണ്. പക്ഷെ ഒന്ന് അടിസ്ഥാനപരമായി ആ പ്രവൃത്തിക്ക് കാരണമാകുന്നു, മറ്റൊന്ന് ആ പ്രവൃത്തിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണ നൽകുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധം ഇത് രണ്ടും തമ്മിലുണ്ട്. യഥാർത്ഥത്തിൽ രണ്ടും വ്യത്യസ്തമാണ്, ഒന്ന് ഹറാമും ഒന്ന് ഹലാലുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഹ്സനുഹൽ ഫഅൽ, ഫഅലാണ് ഏറ്റവും നല്ലത്. വലാ തറുദ്ദു മുസ്ലിമ, എന്നിട്ട് വ്യക്തമാക്കി, പക്ഷെ ഈ ഫഅൽ എന്ത് ചെയ്യുകയില്ല, അല്ലെങ്കിൽ ലക്ഷണം നോക്കുന്ന പരിപാടി എന്ത് ചെയ്യുകയില്ല? ലാ തറുദ്ദു മുസ്ലിമൻ, ഒരു മുസ്ലിമിനെ അത് മടക്കുകയില്ല, അവൻ ഉദ്ദേശിച്ച പ്രവൃത്തിയിൽ നിന്ന് തടയുകയില്ല. അപ്പോൾ ലക്ഷണം നോക്കിയിട്ട് അതിൽ നിന്ന് പിന്മാറിയാൽ അവൻ മുസ്ലിം അല്ല എന്നർത്ഥം. അതിന്റെ അർത്ഥം ഇത് ഷിർക്കുൻ അക്ബർ ആണോ? ഷിർക്കുൻ അക്ബർ ആകുന്ന സാഹചര്യമുണ്ട്, അസ്ഗർ ആകുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു ബിംബത്തിന്റെ പേരിൽ, വിഗ്രഹത്തിന്റെ പേരിലാണ് ലക്ഷണം നോക്കിയിട്ടുള്ളത്, ആ വിഗ്രഹത്തിനെ കണ്ടാൽ അത് കാര്യം ഹൈറായിരിക്കും. ഇപ്പോൾ പിന്നെ ഈ വിഷുവിനൊക്കെ ഹിന്ദുക്കൾ രാവിലെ എഴുന്നേറ്റിട്ട് നോക്കും, എന്നിട്ട് ആ ബിംബം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതിനെ കണി കണ്ട് ഉണർന്നാൽ ആ വർഷം മുഴുവൻ ഹൈറായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ആ വിശ്വാസം എന്താണ്? ഷിർക്കാണ്. കാരണം ഈ ബിംബമാണ് ആ വർഷത്തിൽ ഹൈർ തരുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല ഒരാളുടെ വിശ്വാസം എന്നുണ്ടെങ്കിൽ ഇതൊരു സബബ്, ഒരു കാരണം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ ഷിർക്കാകും. ഫഇദാ റഅ അഹദുക്കും മാ യക്റഹ്, നിങ്ങൾ ആരെങ്കിലും വെറുക്കുന്ന എന്തെങ്കിലും കാര്യം കണ്ടാൽ ഫല്യഖുൽ, അവൻ പറയട്ടെ
അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ല അൻത്, അല്ലാഹുവേ നന്മകൾ നീ മാത്രമാണ് തരുന്നത്, വലാ യദ്ഫഉ സയ്യിആതി ഇല്ല അൻത്, തിന്മകൾ നീ മാത്രമാണ് തടയുന്നത്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക്, നിന്നെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയും ഇല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ ഹദീസ് ദഈഫാണ്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് അവസാനം ദഈഫാണെന്ന് പറഞ്ഞാൽ അത് ആശയം ശരിയാണ്. ഈ പറഞ്ഞ കാര്യം, അതായത് ഒരു മുസ്ലിമിനെ ശകുനം അവന്റെ ഉദ്ദേശങ്ങളിൽ നിന്ന് തടയുകയില്ല എന്ന് പറഞ്ഞ ആശയം ശരിയാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു താബിഇയാണ്. താബിഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുർസൽ എന്നാണ് പറയാ, സനദ് മുറിഞ്ഞ ഹദീസാണ്. അടുത്തത് അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ അത്തിയറതു ശിർകുൻ അത്തിയറതു ശിർകുൻ, തിയറത്ത് ശകുനം നോക്കൽ ഷിർക്കാണ്, ബഹുദൈവാരാധനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതാണ്. കാരണം അല്ലാഹു ആണ് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും വിധിക്കുന്നത്, ഖദർ അല്ലാഹുവിന്റെ കയ്യിലാണ്. അതില് മറ്റൊരാൾക്ക് പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഷിർക്കാണ്. എന്നാലോ ഖദർക്ക് അല്ലാഹു തന്നെയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഈ പൂച്ചം കൊണ്ട് ചാടിയാൽ അത് ഒരു തിന്മക്കുള്ള സബബാക്കി അല്ലാഹു നിശ്ചയിച്ചതാണ് എന്നൊരാൾ വിശ്വസിച്ചാലോ അത് ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. ഇത് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാ മിന്ന ഇല്ല, ആ സെന്റൻസ് പൂർത്തിയാക്കിയിട്ടില്ല. വമാ മിന്ന ഇല്ല, നമ്മിൽ ആരുമില്ല. എങ്ങനെയല്ലാത്തതായിട്ട്? സാഹചര്യത്തിൽ മനസ്സിലാകുന്നത് എന്താണ്? ചെറിയ രീതിയിൽ ഇങ്ങനെ ശകുനത്തിന്റെ ചിന്തകൾ മനസ്സിൽ വരാത്തതായിട്ട് ആരുമില്ല. ചിലപ്പോൾ മനുഷ്യന് തോന്നും, എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ. ഇപ്പൊ ചിലപ്പോൾ ചില ആളുകളുണ്ടാവും, അവരെ കണ്ട് ഒരു വഴിക്ക് ഇറങ്ങിയ ദിവസമൊക്കെ നമുക്ക് നഷ്ടങ്ങളായിരിക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും യാദൃശ്ചികമായി, അള്ളാഹുവിന്റെ തീരുമാനം. അപ്പൊ അങ്ങനത്തെ ഒരാളെ പിന്നെയും കാണുമ്പോൾ നമുക്ക് തോന്നും ഇവനെ കണ്ടിട്ടാണ് ഇറങ്ങുന്നത്. അത് നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല, നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ്. അങ്ങനെ തോന്നാത്തതായിട്ട് ആരുമില്ല. വലാകിൻ അല്ലാഹു യുദ്ഹിബുഹു ബിത്തവക്കുൽ, പക്ഷെ തവക്കുൽ കൊണ്ട് അള്ളാഹു അതിനെ ഇല്ലാതാക്കും. ഒരു മുഅ്മിന് തവക്കുൽ ഉണ്ടെങ്കിൽ ആ ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് ഓടിപ്പോകും. അപ്പൊ തവക്കുൽ അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. തവക്കുൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കൂടി വരും. പിന്നെ അവനോട് ശത്രുതയായിരിക്കും. അതുപോലെ തന്നെ ഈ സംഭവം ഇവന്റെ കാരണം കൊണ്ടാണ് എന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ അവനതിൽ യാതൊരു പങ്കുമില്ല. അങ്ങനെ ആ വ്യക്തിയോട് ശത്രുതയുണ്ടാകും, അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസം ദുർബലമാകും. അത് അതിനേക്കാൾ വലിയ അപകടമാണ്. അതുപോലെ ചിലപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടം പറ്റുന്നത് നമ്മുടെ മാസിയത്തുകൾ കൊണ്ടായിരിക്കും, വേറെ പല സബബുകൾ ഉണ്ടായിരിക്കും. കച്ചവടത്തിൽ നമ്മൾ എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നമ്മൾ ഈ അനാവശ്യമായ ചിന്തയുടെ പിന്നാലെ പോയിട്ട് നമ്മുടെ ദീനും ദുനിയാവും ഒക്കെ നശിച്ചു പോകും. അപ്പൊ ശരിയായ വിശ്വാസം, തവക്കുൽ, അള്ളാഹു ഭരമേൽപ്പിക്കുന്ന സ്വഭാവം ഇല്ലെങ്കിൽ ഒരു മനുഷ്യന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. ഈ ഹദീസ് അബൂദാവൂദും തിർമിദിയും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. വലി അഹ്മദ്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ റദ്ദത്ഹു തുയറത്തു മിൻ ഹാജതിഹി, ആരുടെയെങ്കിലും ഒരു ഹാജത്ത്, ഒരു ആവശ്യത്തിൽ നിന്ന് തുയറത്ത്, ലക്ഷണം നോക്കൽ, ശകുനം നോക്കൽ അവനെ തടഞ്ഞുവെങ്കിൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. നമ്മൾ പറഞ്ഞത് ശിർക്കുൻ അക്ബർ ആകുന്ന അവസരമുണ്ട്, ശിർക്കുൻ അസ്ഗർ ആകുന്ന സന്ദർഭങ്ങളുണ്ട്. ഖാലു ഫമാ കഫാറത്തു ദാലിക, സഹാബത്ത് ചോദിച്ചു, റസൂലെ അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ കഫാറത്ത് എന്താണ്? കഫാറത്ത് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം. ആ വാക്ക് വന്നിട്ടുള്ളത് നമുക്കറിയാം. കഫറ എന്ന് പറഞ്ഞാൽ സത്തറ, മറച്ചു വെച്ചു എന്നുള്ള അർത്ഥമാണ്. ചില ആൾക്കാരത് പറഞ്ഞിട്ട് കാഫിർ എന്ന് പറഞ്ഞാൽ എല്ലാ ഹക്കുകളും മനസ്സിലാക്കിയിട്ട് പിന്നെ നിഷേധിച്ചാൽ മാത്രമേ കാഫിർ ആവുകയുള്ളൂ. അത് ശരിയല്ല. മുസ്ലിം ആരാണ്, കാഫിർ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. അതിലൊന്നും നമ്മൾ കൈകടത്താൻ പാടില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹുവിനും റസൂലും വിശ്വസിക്കുന്ന, അള്ളാഹു ഹറാമാക്കിയത് ഹറാമായിട്ടും അള്ളാഹു ഹലാലാക്കിയത് ഹലാലായിട്ടും വിശ്വസിക്കുന്ന, അറിയപ്പെട്ട ദീനി കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ് മുസ്ലിം. ഇതില്ലാത്ത ആളാണ് കാഫിർ. ഇത് വളരെ വ്യക്തമായ കാര്യമാണ്. ഈ 20-ാം നൂറ്റാണ്ടിൽ മാത്രം ഉണ്ടായ ഒരു ശക്കാണിത്. മുസ്ലിം കാഫിർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സമുദായമൊന്നുമല്ല, അത് ഒരു മാനസികാവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ് മുസ്ലിം ആരാണ് കാഫിർ എന്ന് ആ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം. യഥാർത്ഥത്തിൽ കഫറ എന്നുള്ള വാക്കിന്റെ അർത്ഥം മറച്ചു എന്ന് തന്നെയാണ്. ഉലമാക്കൾ പറയുന്നത് ഓരോ കാഫിറും എന്താണ് ചെയ്തിരിക്കുന്നത്? അവന്റെ മനസ്സിലുള്ള ഫിത്രത്തിനെ മൂടിവെച്ചിരിക്കുകയാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാവരും ഫിത്രത്തിലാണ് ജനിക്കുന്നത്, ശുദ്ധ പ്രകൃതിയിൽ മുവഹിദീങ്ങളായിട്ടാണ് ജനിക്കുന്നത്. ഖലഖ്തു ഇബാദി കുല്ലഹും ഹുനഫാ, എന്റെ അടിമകളെ മുഴുവൻ ഞാൻ മുവഹിദീങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഫജ്താലത്ഹും ശയാത്തീൻ, പിന്നീട് ശൈത്താന്മാർ വന്നവരെ പിഴപ്പിച്ചതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതാണ് കാഫിർ എന്ന് പറയുന്നത്. അപ്പൊ കഫാറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ആ പാപത്തെ മറച്ചു വെക്കുന്ന, അതിനെ പരിഹരിക്കുന്ന ഒരു പ്രായശ്ചിത്ത കർമ്മം, അതാണ് കഫാറത്ത്. അപ്പൊ എന്താണ് ഈ തത്തയ്യൂറിന്റെ കഫാറത്ത്? നമ്മൾ മനസ്സിൽ അങ്ങനെ തോന്നിയാൽ, ഇന്ന ആളെ കണ്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന പൂച്ച ചാടിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊരു തോന്നലുണ്ടായാൽ, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഖൂല, നീ പറയണം, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക്, അല്ലാഹുവേ നിന്റെ അടുത്ത് നിന്നുള്ള ഖൈറല്ലാതെ വേറെ ഖൈറൊന്നുമില്ല. വലാ തൈറ ഇല്ലാ തൈറുക്, നിന്റെ അടുത്ത് നിന്നല്ലാതെ വേറെ ഒരു ശകുനവുമില്ല. വലാ ഇലാഹ ഖൈറുക്, നീ അല്ലാതെ ആരാധനക്ക് അർഹനായി ഹക്കായ നിലക്ക് ഒരു ഇലാഹ് വേറെയില്ല. വലഹു, അതുപോലെ തന്നെ ഇമാം അഹ്മദ് തന്നെ ഉദ്ധരിച്ച മറ്റൊരു ഹദീസ്,
മിൻ ഹദീസിൽ ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്താണ്. ഈ ഹദീസും ദഈഫാണ്. പക്ഷേ ഈ ഹദീസിൽ നല്ലൊരു ആശയമുണ്ട്, സഹീഹായ ഒരു ആശയമുണ്ട്. എന്താണ്? ഇന്നമത്തിയറതു, ശകുനം നോക്കൽ എന്ന് പറഞ്ഞാൽ മാ അംവാക ഔ റദ്ദക, നിന്നെ മുന്നോട്ട് കൊണ്ടുപോയത് അല്ലെങ്കിൽ നിന്നെ തടഞ്ഞത്, അതാണ് ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മെ തടയുന്ന കാര്യം, അതിനാണ് തിയറത്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ശകുനം നോക്കൽ എന്നതിന്റെ ഒരു വിശദീകരണം, നിർവചനം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത ബാബ്, ബാബുൻ മാ ജാഅ ഫി തൻജീം, തൻജീമിനെ കുറിച്ചുള്ള അധ്യായം. തൻജീം എന്ന് പറഞ്ഞാൽ എന്താണ്? നജ്മുൻ എന്ന് പറഞ്ഞ നക്ഷത്രം. അപ്പൊ നക്ഷത്രവുമായി ബന്ധപ്പെട്ട പഠനത്തെക്കുറിച്ചാണ് തൻജീം എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട് നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. നമ്മൾ സാധാരണ എന്താണ് അസ്ട്രോണമിയും അസ്ട്രോളജിയും ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അസ്ട്രോണമി എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്താ പറയാ, ആകാശത്തുള്ള വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം അസ്ട്രോണമി. അസ്ട്രോളജിയാണ് അതുപയോഗിച്ചിട്ട് ദുനിയാവിൽ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളെ കുറിച്ച് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പഠനമല്ല ആ പ്രവൃത്തി. അതാണ് തൻജീമിന്റെ രണ്ട് ഇനങ്ങൾ. അതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഖാലൽ ബുഖാരി ഫി സഹീഹി, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു. ഖാല ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞു. ഖതാദ എന്ന് പറഞ്ഞാൽ താബിഇയാണ്. ഖതാദ ഇബ്നു ദആമ അസ്സദൂസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഖലഖല്ലാഹു ഹാദിഹി നുജൂമ ലിസലാസ്, ഈ കാണുന്ന നക്ഷത്രങ്ങളെ 3 ആവശ്യങ്ങൾക്കാണ്, 3 കാരണങ്ങൾക്കാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. സീനത്തൽ ലിസ്സമാ, ആകാശത്തിന് ഒരു അലങ്കാരമായിക്കൊണ്ട്, റുജൂമൽ ലിശയാത്തീൻ, ശൈത്താന്മാരെ എറിഞ്ഞോടിക്കാനുള്ള കല്ലുകളായിട്ട്, വഅലാമാത്തിൻ യുഹ്തദാ ബിഹാ, മനുഷ്യന് വഴി അറിയാനുള്ള അടയാളങ്ങളായിട്ട്. അപ്പോൾ ഈ 3 ലക്ഷ്യങ്ങളാണ്, ഹിക്മത്തുകളാണ് നക്ഷത്രങ്ങളുടെ സൃഷ്ടിപ്പിനുള്ളത്. ഒന്ന് ആകാശത്തിനുള്ള ഒരു അലങ്കാരമാണ്, രണ്ടാമത്തേത് നക്ഷത്രങ്ങളെ എറിഞ്ഞ് ഓടിക്കാനുള്ളതാണ്, മൂന്നാമത്തേത് മനുഷ്യന് യാത്രയിൽ വഴി അറിയാനുള്ളതാണ്, അതിനുള്ള അടയാളങ്ങളാണ്. നമുക്കിപ്പോൾ വഴി അറിയാൻ ധാരാളം മാർഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പണ്ട് കാലത്തെ കാര്യം ആലോചിച്ച് നോക്കൂ, റോഡുകളില്ല, അതുപോലെ വഴി അറിയാനുള്ള അടയാളങ്ങളില്ല, പ്രത്യേകിച്ച് മാർഗങ്ങളില്ല. ആ കാലത്തും ആളുകൾ യാത്ര ചെയ്തിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി, അതുപോലെ തന്നെ മക്കയിൽ നിന്ന് ഷാമിലേക്കും യമനിലേക്കും യാത്ര പോകാറുണ്ട്. അപ്പോൾ ഒരു രാജ്യം കഴിഞ്ഞ് അടുത്ത രാജ്യം എത്തുന്നതിന് പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നക്ഷത്രങ്ങൾ നോക്കിയാൽ ദിശ അറിയാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിലാണ് കൂടുതൽ യാത്ര ചെയ്യുക പഴയ കാലത്ത്. അപ്പൊ ഇങ്ങനെ 3 ഉദ്ദേശങ്ങൾക്കാണ് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഫമൻ തഅവ്വല ഫീഹാ ഗൈറ ദാലിക്, ഇതല്ലാത്ത ഈ 3 കാര്യങ്ങളല്ലാത്ത മറ്റെന്തെങ്കിലും വ്യാഖ്യാനം ഈ നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾക്ക് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അഖ്ത, അവൻ തെറ്റ് ചെയ്തിരിക്കുന്നു. വഅദാഅ നസീബഹു, അവന്റെ ഓഹരി അവൻ പാഴാക്കിയിരിക്കുന്നു. എന്തോഹരിയാണ് പാഴാക്കിയിരിക്കുന്നത്? ആഖിറത്തിലുള്ള ഓഹരിയാണ്. എന്ന് പറഞ്ഞാൽ അവൻ കാഫിറായിരിക്കുന്നു എന്നർത്ഥം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പരലോകത്ത് ഒരു ഓഹരിയും ഒരാൾക്കില്ല എന്ന വാക്ക് ഖുർആനിലോ ഹദീസിലോ ഉണ്ടെങ്കിൽ അത് കുഫറാണ്, ആ കാര്യം കുഫറായിരിക്കും. വതകല്ലഫ മാ ലാ ഇൽമ ലഹു ബിഹി, എന്ന് മാത്രമല്ല അവൻ അറിവ് നൽകപ്പെടാത്ത കാര്യത്തിൽ അവൻ തകല്ലുഫ് കാണിച്ചിരിക്കുകയാണ്. തകല്ലുഫ് എന്ന് പറഞ്ഞാൽ ജാട എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാല് എന്താണ്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവൻ തലയിട്ടിരിക്കുകയാണ്, അവനെ കൊണ്ട് കഴിയാത്ത കാര്യത്തിൽ അവൻ പരിശ്രമിക്കുകയാണ് എന്നർത്ഥം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുന്നത് നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനം 2ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് തൻജീമു അത്തഅസീർ, തൻജീമു തഅസീർ, തഅസീർ എന്ന് പറഞ്ഞ സ്വാധീനം, നക്ഷത്രങ്ങളുടെ സ്വാധീനത്തെ കുറിച്ചുള്ള പഠനം. അത് ഹറാമാണ്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അത് പാടില്ല. അങ്ങനെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് അഖ്ത, അവൻ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അതിനെ തന്നെ 2ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, നക്ഷത്രങ്ങൾക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അവർക്ക് ഇസ്തിഖ്ലാലു ബിത്തഅസീർ, ഈ പ്രപഞ്ചത്തിൽ അവയുടെ ഉദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുക. അത് ശിർക്കുൻ അക്ബറാണ്. രണ്ടാമത്തെ വിഭാഗം, ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നക്ഷത്രങ്ങൾ നോക്കി ഗൈബ് അറിയാൻ സാധിക്കും എന്ന് വാദിക്കുന്നവരുണ്ട്. ഇപ്പൊ ഈ ജ്യോത്സ്യന്മാരൊക്കെ അവര് നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കിയിട്ടാണ് ഒരാളുടെ ഒരു മാസത്തെ എന്താ പറയാ ഖൈറും ഷർറും ഒക്കെ പറയുന്നത്. അത് എന്താണ്? നക്ഷത്രങ്ങളുടെ സ്ഥാനവും അവയുടെ ഡിസ്ട്രിബ്യൂഷൻ, ആ നക്ഷത്രങ്ങൾ കടക്കുന്ന 2 നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരവും ഇതൊക്കെ നോക്കിയിട്ട് ഭാവി അറിയാൻ പറ്റും, ഗൈബ് അറിയാൻ പറ്റും എന്നുള്ള വാദം, അതും ശിർക്കുൻ അക്ബറാണ്, കുഫ്റുൻ അക്ബറാണ്. മൂന്നാമത്തേത്, ഈ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കുള്ള സബബാണ് എന്ന് വിശ്വസിക്കുക. ഒരു നക്ഷത്രത്തെ കാണുന്നുണ്ടെങ്കിൽ അത് ഉദിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യും, അതിനെക്കുറിച്ച് അടുത്ത ബാബിൽ പറയുന്നുണ്ട്. ആ വിശ്വാസം എന്താണ്? ശിർക്കുൻ അസ്ഗറാണ്. അപ്പൊ ഈ 3 തരത്തിലുള്ള
എന്തുണ്ട്? തൻജീമു തഅ്സീറുണ്ട്. നക്ഷത്രങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള പഠനം ഈ 3 രീതിയിലുണ്ട്. 3ഉം ഷിർക്കാണ്. 2 ഷിർക്കുൻ അക്ബറാണ്, 3ാമത്തേത് ഷിർക്കുൻ അസ്ഗറാണ്. ഇനി തൻജീമു തസ്യീർ ഉണ്ട്. തസ്യീർ സാറ യസീറു എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോ പിന്നെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? നക്ഷത്രങ്ങളുടെ സ്ഥാനവും അതിന്റെ സഞ്ചാരഗതിയും ഒക്കെ നോക്കിയിട്ട് ചില കാര്യങ്ങൾ പഠിക്കുന്ന ശാസ്ത്രമാണ്. അതിന് 2ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ദിശ അറിയാനുള്ള, നമുക്ക് കിഴക്കും പടിഞ്ഞാറൊക്കെ അറിയാൻ നക്ഷത്രത്തെ നോക്കി അറിയാൻ പറ്റും. ചില നക്ഷത്രങ്ങൾ അത് നിൽക്കുന്ന സ്ഥാനം നോക്കിയാൽ നമുക്ക് ഖിബല നോക്കാനൊക്കെ പറ്റും. അത് അനുവദനീയമാണ്, അതിൽ ഇഖ്തിലാഫില്ല. 2ാമത്തെ ഒന്ന്, നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കിയിട്ട് കാലാവസ്ഥ മാറുന്നതിനെ കുറിച്ച് പഠിക്കുക. പിന്നെ നക്ഷത്രം ഉദിച്ചാൽ മഴ പെയ്യും, അത് ആ നക്ഷത്രം കാരണം മഴ പെയ്തു എന്നല്ല വിശ്വസിക്കുന്നത്. നേരെ മറിച്ച് ഇന്ന നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞാൽ തണുപ്പ് കാലമായി, ഇന്ന നക്ഷത്രം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മഴക്കാലമായി എന്നുള്ള പഠനം. ആ നക്ഷത്രമാണ് മഴ പെയ്പ്പിക്കുന്നതെന്നോ ആ നക്ഷത്രം ഈ മഴ പെയ്യാനൊരു സബബാണെന്നോ പോലും വിശ്വസിക്കുന്നില്ല. നേരെ മറിച്ച് അള്ളാഹു മഴ പെയ്യിപ്പിക്കുന്ന ആ കാലം അതായി എന്ന് അറിയാൻ സാധിക്കുന്നു ഈ നക്ഷത്രത്തെ കാണുമ്പോൾ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ പഠിച്ചാലോ, അതിനെക്കുറിച്ച് സലഫുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ അതിനെ അനുവദിച്ചിട്ടുണ്ട്, ചിലര് ഹറാമായി കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഹറാം എന്ന് പറഞ്ഞത്? അത് പതുക്കെ ആദ്യം പറഞ്ഞ 3 മൂന്നാമത്തേതുണ്ടല്ലോ, നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലെ ചില മാറ്റങ്ങൾക്ക് സബബാകുന്നു എന്നുള്ള ആ വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില പണ്ഡിതന്മാർ അത് ഹറാമാക്കിയിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് ജായിസാണ്, അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയുന്നു, വകരിഹ ഖതാദ തഅല്ലുമ മനാസിൽ അൽ ഖമർ. ചന്ദ്രന്റെ മനാസിൽ, ചന്ദ്രൻ ഇങ്ങനെ സ്ഥാനം മാറുന്നത്, വർഷത്തില് എല്ലാ ദിവസവും ഒരേ സ്ഥലത്തല്ല ചന്ദ്രൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യാം. ആ ചന്ദ്രന്റെ സ്ഥാനമാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്നത് ഖതാദ റഹിമഹുല്ല വെറുത്തിരുന്നു. സലഫുകൾ വെറുത്തിരുന്നു എന്ന് പറഞ്ഞാൽ കരിഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം സലഫുകളുടെ ഇസ്തിലാഹിൽ, അവരുടെ സാങ്കേതിക ഭാഷയിൽ ഹറാം എന്നാണ്. നമ്മൾ ഇന്ന് പറയുന്ന കറാഹത്ത് എന്നുള്ള വാക്ക് സലഫുകൾ ഉപയോഗിച്ചിരുന്നില്ല. അവർക്ക് ഹറാമിന്റെ മറ്റൊരു വാക്കാണ് കറാഹത്ത്. അപ്പൊ ഇമാം ഖതാദ റഹിമഹുല്ലാ താബിഇയായ ഇമാമാണ്, അദ്ദേഹം അത് ഹറാമാണെന്നാണ് പറഞ്ഞിരുന്നത്. വലം യുറഖിസ് ഇബ്നു ഉയൈന തഫീഹി, സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അദ്ദേഹവും ഇത് ഹറാമാണെന്നാണ് പറഞ്ഞിരുന്നത്. ദക്കറഹു ഹർബുൻ അൻഹുമാ, ഇമാം ഹർബ് റഹിമഹുല്ലാ, അബു മുഹമ്മദ് ഹർബ് അൽ കർമാനി റഹിമഹുല്ലാ, ഇമാം അഹ്മദിന്റെ അടുത്ത ശിഷ്യനാണ്, അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വറഖസ ഫീ തഅല്ലുമിൽ മനാസിലി അഹ്മദു വ ഇസ്ഹാഖ്, എന്നാൽ ഇമാം അഹ്മദും ഇസ്ഹാഖ് ഇബ്നു റാഹവൈ തുടങ്ങിയ ഫുഖഹാക്കള് ഇത് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അനുവദനീയമാണ് എന്നാണ് മനസ്സിലാവുന്നത്. വഅൻ അബി മൂസ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, 3 കൂട്ടർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. മുദ്മിനുൽ ഖംർ വഖാതിഉർ റഹിം വമുസദ്ദിഖുൻ ബിസ്സിഹർ. മുദ്മിനുൽ ഖംർ, കള്ളിന് അഡിക്റ്റ് ആയിട്ടുള്ള ആള്, ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾ. വഖാതിഉർ റഹിം, കുടുംബബന്ധം വിച്ഛേദിച്ചിട്ടുള്ള ആൾ. വമുസദ്ദിഖുൻ ബിസ്സിഹർ, സിഹറിൽ വിശ്വസിക്കുന്നവൻ. സിഹറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സിഹറിന് ഹഖീഖത്തുണ്ടെന്ന് വിശ്വസിക്കാല്ല, മറിച്ച് സാഹിറിനെ സത്യപ്പെടുത്താൻ. ഒരാൾ സാഹിറിന്റെ അടുത്ത് പോയി ഈ നക്ഷത്രത്തെക്കുറിച്ച് പഠിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഭാവി അറിയാം എന്ന് പറയുന്നത് സാഹിറാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഇഖ്തസബ ശുഅബതൻ മിനൻ നുജൂമി ഇഖ്തബസ ശുഅബതൻ മിനസ് സിഹർ സാദ മാ സാദ്. ആ ഹദീസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ആരെങ്കിലും നക്ഷത്രങ്ങളെ കുറിച്ച് പഠിച്ചാൽ അവൻ സിഹറാണ് പഠിച്ചിരിക്കുന്നത്. അതേത് പഠനമാണ്? നക്ഷത്രങ്ങൾ കൊണ്ട് ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന പഠനം. അപ്പോ അങ്ങനെയുള്ള നക്ഷത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ കളം വരച്ചിട്ട് ഭാവി അറിയും, മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് പറയുന്ന സാഹിറിന്റെ അടുത്ത് പോയി അവൻ പറയുന്ന കാര്യങ്ങൾ സത്യപ്പെടുത്തിയാൽ അവനെ കുറിച്ചാണ് പറയുന്നത്. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, കാരണം കാഫിറായിരിക്കുന്നു. അങ്ങനെയുള്ള ആള് കാഫിറാണ്. അപ്പൊ ചില ആൾക്കാർ അബദ്ധം പറ്റുന്നൊരു കാര്യമാണ്, ചിലപ്പോൾ തമാശക്കൊക്കെ പത്രമൊക്കെ എടുത്ത് നോക്കിയിട്ട് ഈ പിന്നെ വാരഫലം, ഇങ്ങനെ എന്താ പറയുക അസ്ട്രോളജി, അതിന്റെ കോളങ്ങളൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ തമാശയായിട്ട് പറയുന്നത്, എനിക്ക് പിന്നെ ഈ മാസം ഹൈറാണ് അല്ലെങ്കിൽ എനിക്ക് ഈ മാസം ഹൈറാണ്, അങ്ങനെ പറഞ്ഞാൽ അത് കുഫറാണ്. തമാശ എന്നുള്ളത് എന്തല്ല, ഒരു ഉദറല്ല. ജഹില് ഒരു ഉദറായിരിക്കാം, വിവരക്കേട് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിർബന്ധിത സാഹചര്യങ്ങളിൽ ശിർക്ക് അള്ളാഹു പൊറുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിർബന്ധിത സാഹചര്യം എന്ന് പറഞ്ഞാൽ ജീവന ഭീഷണിയുള്ള സാഹചര്യം. എന്നാല് തമാശ എന്ന് പറയുന്ന ഒരു ഉദറായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അപ്പോ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ ഈ തമാശ ചിലപ്പോൾ കാരണമാകും, സിഹറിനെ സത്യപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ ഈ ബാബിൽ പറഞ്ഞ കാര്യം ഇതാണ്, നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ഈ ഭൂമിയിലെ മാറ്റങ്ങൾക്ക്, സംഭവ വികാസങ്ങൾക്ക് അവക്ക് സ്വാധീനമുണ്ട് എന്നുള്ള വിശ്വാസം. ആ വിശ്വാസത്തിന്റെ
ഇനങ്ങൾ നമ്മൾ പറഞ്ഞു. ഷിർക്കുൻ അക്ബർ ആകുന്നതും ഷിർക്കുൻ അസ്ഗർ ആകുന്നതുമുണ്ട്. എന്നാൽ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിച്ച് ഖിബല അറിയാൻ വേണ്ടി, അതുപോലെ യാത്രക്ക് ദിശ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റം സംഭവിക്കുന്ന സമയം മനസ്സിലാക്കാൻ വേണ്ടി, ആ നക്ഷത്രങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന വിശ്വാസത്തോടെ പഠിക്കുകയാണെങ്കിൽ അത് ജായിസാണ് എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ബാബു മാ ജാഅ ഫിൽ ഇസ്തിസ്ഖാഇ ബിൽ അൻവാ. ഈ അധ്യായം കൂടി നമുക്ക് വായിക്കാം. അൽ ഇസ്തിസ്ഖാഉ ബിൽ അൻവാ, രാശി നോക്കിയിട്ട് രാശിയിൽ നിന്ന് മഴ തേടുന്നതിനെ കുറിച്ചുള്ള അധ്യായം. എന്താണ് രാശി എന്ന് പറഞ്ഞാൽ? ചന്ദ്രന്റെ സ്ഥാനങ്ങളാണ്. ചന്ദ്രന് 28 സ്ഥാനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 13 ദിവസം കൂടുമ്പോൾ ചന്ദ്രന്റെ അസ്തമിക്കുന്ന സ്ഥാനം, ചന്ദ്രൻ അസ്തമിക്കുന്ന സ്ഥാനം മാറുമെന്നാണ്. 13 ദിവസം കൂടുമ്പോൾ മാറും. അപ്പൊ 13 × 27 251 അല്ല, 251 അല്ല, 351. പിന്നെ ഒരു രാശി 14 ദിവസവും, അങ്ങനെ മൊത്തം 365. ഒരു സൂര്യവർഷം തികയുമ്പോൾ 28 സ്ഥാനങ്ങളിലായിട്ടായിരിക്കും ചന്ദ്രൻ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതിൽ ഈ സ്ഥാനം മാറുന്നതിനനുസരിച്ച് വ്യത്യസ്ത നക്ഷത്രങ്ങൾ കാണും. ഈ ഓരോ സ്ഥാനത്തും ചന്ദ്രൻ പോകുമ്പോൾ അവിടെയുള്ള നക്ഷത്രങ്ങളായിരിക്കും കാണുന്നത്. അപ്പൊ അറബികൾക്ക് ചൂട് കാലത്ത് കാണുന്ന നക്ഷത്രങ്ങളും തണുപ്പ് കാലത്ത് കാണുന്ന നക്ഷത്രങ്ങളും വ്യത്യാസം ഉണ്ടാവും. ചൂട് കാലത്ത് ചന്ദ്രൻ വേറെ സ്ഥലത്തായിരിക്കും, തണുപ്പ് കാലത്ത് വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ തണുപ്പ് കാലത്താണ് അറേബ്യയിൽ മഴ പെയ്യുന്നത്. തണുപ്പ് കാലത്താണ് മഴ പെയ്യുന്നത്. അപ്പൊ ഈ തണുപ്പ് കാലത്ത് കാണുന്ന നക്ഷത്രങ്ങളെ കണ്ടാൽ അവർ പറയും ഈ നക്ഷത്രം വന്നാൽ മഴ പെയ്യും. ഈ നക്ഷത്രം മഴ പെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ സ്വാധീനമുണ്ട് മഴയിൽ എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. നേരെ മറിച്ച് ഇന്ന നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു, ഇത് മഴക്കാലം ആയാൽ കാണുന്ന നക്ഷത്രമാണ്, ആ സമയമായിട്ടുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാലോ? അതിനെക്കുറിച്ചല്ല പറയുന്നത്. ആ നക്ഷത്രത്തിന് ഈ മഴ പെയ്യലിൽ ഒരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. വഖൗലുല്ലാഹി തആല വതജ്അലൂന റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ. ഈ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ആയത്താണ് വതജ്അലൂന റിസ്ഖക്കും, നിങ്ങളുടെ റിസ്കിനെ നിങ്ങൾ ആക്കി മാറ്റുന്നു. അള്ളാഹു നൽകുന്ന റിസ്ക് അത് നിങ്ങൾ എന്താക്കുന്നു? അന്നകും തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിക്കുക എന്ന നിഷേധമാണ് ആ റിസ്കിനെ നിങ്ങൾ പകരമായി ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റിസ്കിനെ നിങ്ങൾ നിഷേധമാക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു റിസ്ക് നൽകിയാൽ പകരം നിങ്ങൾ ചെയ്യുന്നത് തക്ദീബാണ്, നിഷേധമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ആയത്തിന്റെ തഫ്സീറിൽ പല കൗലുകളുണ്ട്. അതിലൊരു കൗലാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതെന്താണ്? ഈ റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് മഴയാണ് എന്നൊരു അഭിപ്രായം മുഫസ്സിരിങ്ങൾക്കുണ്ട്. അപ്പൊ മഴ പെയ്താൽ എന്ത് ചെയ്യും? ആ മഴയെ കളവാക്കും. മഴയെ കളവാക്കുക എന്ന് പറഞ്ഞാൽ ഈ രാശി കൊണ്ടാണ് മഴ പെയ്തത് എന്ന് വിശ്വസിക്കും എന്ന ഒരു തഫ്സീർ ഈ ആയത്തിനുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് عن أبي مالك الأشعري رضي الله عنه أن رسول الله صلى الله عليه وسلم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർബഉൻ ഫി ഉമ്മതി മിൻ അംരിൽ ജാഹിലിയ്യ ലാ യത്റുകൂനഹുന്ന. 4 കാര്യങ്ങൾ ജാഹിലിയത്തിലുള്ളതാണ്, അത് ഈ ഉമ്മത്ത് ഒഴിവാക്കുകയില്ല. അപ്പൊ 4 സ്വഭാവങ്ങൾ, ജാഹിലിയ കാലത്തുള്ള സ്വഭാവങ്ങൾ ഇപ്പോഴും ഈ ഉമ്മത്തിലുണ്ട്, അത് ഇനിയും ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇത് എന്തർത്ഥത്തിലാണ് പറഞ്ഞത്? അതിങ്ങനെ വെറുതെ ന്യൂട്രലായിട്ട് പറഞ്ഞതാണോ? അല്ല, അത് ഹറാമാണ്, വലിയ തെറ്റാണ് എന്നാണ്. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിന്റെ നേരെ വിപരീതം, ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള വിവരക്കേടിന്റെ കാലം, ആണ് ജാഹിലിയത്ത് എന്ന് പറയുന്നത്. അപ്പൊ അന്നുള്ള മോശമായ 4 സ്വഭാവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്, അത് സൂക്ഷിക്കണം എന്നർത്ഥം. അൽ ഫഖ്റു ബിൽ അഹ്സാബ്, ഒന്നാമത്തേത് അൽ ഫഖ്റു ബിൽ അഹ്സാബ്, നമ്മുടെ വർഗത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിന്റെ പേരിലുള്ള ഫഖ്ർ, പൊങ്ങച്ചം. അപ്പൊ ഇത് ഹറാമാണ്. ഞാൻ അറബിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ മലയാളിയാണ്, ഇങ്ങനെയുള്ള ഈ ഹസബിന്റെ പേരിലുള്ള ഫഖ്ർ. ഫഖ്ർ എന്ന് പറഞ്ഞാൽ എന്താ? പുറമേക്ക് നമ്മൾ ആ അഹങ്കാരം പ്രകടിപ്പിക്കുക, അതാണ് ഫഖ്ർ എന്ന് പറയുന്നത്. അത് ഹറാമാണ്, പാടില്ല. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ഹദീസുകളിലും അസറുകളിലും തെളിവുള്ള കാര്യമാണ്. അറബികൾക്ക് അനറബികളെക്കാൾ ഫضലുണ്ട്. അത് ചില ആൾക്കാർ ഇതിന്റെ എതിര് പറഞ്ഞ് അവസാനം എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ള ഒരു വാദം പറയുന്ന ആൾക്കാരുണ്ട്. അത് ശരിയല്ല. എല്ലാ മനുഷ്യരും തുല്യരല്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ ഫضൽ കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്. പക്ഷേ നിങ്ങൾ എല്ലാവരും ആദമിൽ നിന്നാണ് എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഫضലിന്റെ പേരിൽ ഫഖ്ർ പാടില്ല എന്നാണ്. ഇപ്പോ എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തുല്യരാണോ? അല്ലല്ലോ. പക്ഷെ ആണാണ് എന്ന് ഫഖ്ർ പറ്റുമോ? ഫഖ്ർ പാടില്ല. നേരെ മറിച്ച് നമുക്ക് വിനയമാണ് വേണ്ടത്. അതാണ് ഹദീസുകളുടെ താല്പര്യം. അറബികൾക്ക് അനറബികളെക്കാൾ ഫضലുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതിന് ഹദീസുകളിലും അസറുകളിലും തെളിവുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അറബികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫضലൊന്നുമില്ല, എല്ലാവരും തുല്യരാണ്. ഇത് മാത്രമല്ല, ചിലതരം അനറബികൾക്ക് അറബികളെക്കാൾ ഫضലുണ്ട് എന്നൊക്കെയുള്ള വാദങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇത് ഒന്നുകിൽ ജഹലാണ് അല്ലെങ്കിൽ നിഫാഖാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അഫ്ളലായ വർഗത്തിൽ നിന്നാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്.
എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായിരുന്നാലും ഹസബിന്റെ പേരിൽ, നമ്മുടെ കുടുംബത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ പേരിലുള്ള ഫഖർ, അഹങ്കാരം, വത്വഅനു ഫിൽ അൻസാബ്, അതുപോലെ നസബ്, മറ്റൊരുത്തന്റെ നസബ് എന്ന് പറഞ്ഞാൽ ഉപ്പ, ഉപ്പാന്റെ ഉപ്പ, ഇങ്ങനെയുള്ള ആ പിതൃപരമ്പര, അതിൽ ആരോപണം പറയുക എന്നുള്ളത്, ഇവൻ ഇന്ന തറവാട്ടുകാരനാണ്, മറ്റേ തറവാട്ടുകാരനാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ പുച്ഛിക്കുക എന്നുള്ളത്, മറ്റിന്റെ നേരെ വിപരീതം, അതും ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്. വലിസ്തിസ്ഖാഉ ബിന്നുജൂം, നക്ഷത്രങ്ങളോട് മഴ തേടുക. നക്ഷത്രങ്ങളോട് മഴ തേടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2 രൂപത്തിലാണ്. ഒന്ന്, നക്ഷത്രത്തെ വിളിച്ച് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ പല ആളുകളും അവനെ പൂജിക്കുന്നില്ല. സൂര്യനെ പൂജിക്കുന്ന ആൾക്കാരുണ്ട്, പല നക്ഷത്രങ്ങളെ പൂജിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പൂജിക്കുന്നത് ശിർക്കുൻ അക്ബറാണ്. അതോടുകൂടി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. നേരെ മറിച്ച് ഈ നക്ഷത്രങ്ങൾ ഒരു സബബാണ് എന്ന് വിശ്വസിക്കുകയാണെങ്കിലോ അത് ശിർക്കുൻ അസ്ഗറാണ്. അള്ളാഹ് തന്നെയാണ് മഴ പെയ്യിപ്പിക്കുന്നത്, പക്ഷേ ഈ നക്ഷത്രം ആ മഴ പെയ്യാൻ ഒരു കാരണമാകുന്നു എന്നാണ് വിശ്വാസമെങ്കിൽ അത് ശിർക്കുൻ അസ്ഗറാണ്. 4-ാമത്തേത് വൻ നിയാഹ, നിയാഹത്ത്. നിയാഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ച് കരയാ. ഇത് ജാഹിലിയ കാലത്തിന്റെ സ്വഭാവമാണ്. ഇപ്പോഴും കുഫാറുകളുടെ ഇടയിലൊക്കെ കാണാം. മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലൊക്കെയുള്ള സ്ത്രീകളെല്ലാവരും കൂടി വന്ന് കൂടും. എന്നിട്ട് അതിൽ കൂടുതൽ ഒച്ചട്ട് കരയാൻ വേണ്ടി അറിയപ്പെട്ട സ്ത്രീകളുണ്ടാകും. അവരുടെ ഇടയിൽ താമസിച്ചാൽ അറിയാൻ പറ്റും. അങ്ങനെ ആ കരച്ചിൽ വലിയൊരു ചടങ്ങാണ്. ചിലപ്പോൾ പ്രായമായി ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. എന്നിട്ട് മരിച്ചാലും ഇവർ കൂട്ടം കൂടി വലിയ കരച്ചിൽ കരയും. അത് ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള കാപട്യം അതിന് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഇനി കാപട്യം ഇല്ലാതെ തന്നെ ആത്മാർത്ഥമായിട്ടാണെങ്കിലും ഒച്ചയിട്ട് കരയാൻ അനുവാദമില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നതിന് കുഴപ്പമില്ല, മനസ്സിൽ വിഷമം ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല. ഇന്നൽ ഐന ലതദ്മ വ ഇന്നൽ ഖൽബ ലയഹ്സൻ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന. കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ട്, മനസ്സിൽ വേദനയുണ്ട്. വ ഇന്നാ ലിഫിറാഖിക മഹ്സൂനൂൻ, ഞങ്ങൾ ദുഃഖിതരാണ്, പക്ഷേ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന, അല്ലാഹു തൃപ്തിയുള്ളതേ പറയുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ മരിച്ചതിൽ വിഷമം പറഞ്ഞുകൊണ്ട് ഖദറിന് എതിരായിട്ട് അള്ളാഹുവിന്റെ വിധിയെ പഴിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്, ഒച്ചയിട്ട് കരഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതാണ് സംഭവിക്കുക. അപ്പോ അത് ഹറാമാണ്, വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ്. വഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നായിഹതു ഇദാ ലം തതുബ് ഖബ്ല മൗതിഹ, അങ്ങനെ കരയുന്ന സ്ത്രീകൾ, ജാഹിലിയ കാലത്ത് ഇങ്ങനെ കരയാൻ വേണ്ടി പ്രത്യേകം പൈസ കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ കരയുന്ന സ്ത്രീകൾ പൈസ വാങ്ങിയിട്ടാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഇത് വൻപാപാണെന്ന് മനസ്സിലാക്കാം. കാരണം ചെറുപാപങ്ങളാണെങ്കിൽ തൗബയില്ലെങ്കിലും പുറത്തു കൊടുക്കും. ചെറുപാപങ്ങൾ പുണ്യകർമ്മങ്ങൾ കൊണ്ട് പൊറുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ചെറുപാപങ്ങൾ പൊറുക്കുന്ന സബബുകളുണ്ട്. എന്നാൽ നിയാഹത്ത് ചെയ്തവൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ തുഖാമു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവളെ എഴുന്നേറ്റ് നിർത്തും. വഅലൈഹ സിർബാലു മിൻ ഖത്റാൻ, അവളുടെ ശരീരത്തിൽ ഒരു സിർബാൽ എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ മൂടുന്ന ഒരു വസ്ത്രം ഉണ്ടായിരിക്കും. മിൻ ഖത്റാൻ, ഖത്റാൻ എന്ന് പറഞ്ഞാൽ ടാറ് പോലുള്ള ഒരു വസ്തു, അങ്ങനെയുള്ള ഒരു വസ്ത്രം ഉണ്ടായിരിക്കും. വദിർഉം മിൻ ജറബ്, അതുപോലെ തന്നെ ചൊറി കൊണ്ടുള്ള ഒരു അടിവസ്ത്രവും ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വലിയ ശിക്ഷയുള്ള കാര്യമാണ് ഇത്. മറ്റൊരു ഹദീസിൽ സെയ്ദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലല്ലാ ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത സുബ്ഹി ബിൽ ഹുദൈബിയത്തി അലാ ഇസ്രി സമാഇൻ കാനത് മിനൽ ലൈൽ. ഒരു മഴ പെയ്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കരിച്ചു. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു അല്ലാഹു വറസൂലുഹു അലം. ഖാല അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിർ, എന്റെ അടിമകളിൽ ചിലർ മുഅ്മിനായിരിക്കുന്നു, മറ്റു ചിലർ കാഫിറായിരിക്കുന്നു എന്ന് പറഞ്ഞു. അമ്മാ മൻ ഖാല മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും മഴ കിട്ടി എന്ന് പറഞ്ഞവൻ മുഅ്മിനുൻ ബി കാഫിറുൻ ബിൽ കൗകബ്, എന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, നക്ഷത്രത്തിൽ അവിശ്വസിച്ചിരിക്കുന്നു. വഅമ്മാ മൻ ഖാല മുതിർനാ ബിനൗഇ കദാ വകദാ ഫദാലിക കാഫിറുൻ ബി മുഅ്മിനുൻ ബിൽ കൗകബ്, നേരെ മറിച്ച് ഈ രാശി കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞവൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവൻ എന്നിൽ അവിശ്വസിച്ചിരിക്കുന്നു, നക്ഷത്രത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഈ ബാബിൽ പറഞ്ഞിട്ടുള്ള കാര്യം. നക്ഷത്രങ്ങൾ കൊണ്ട് മഴ തേടുക എന്നുള്ളതിന്റെ ഉദ്ദേശം നമ്മൾ വിശദീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സംഭവിക്കുന്ന എല്ലാത്തരം ഷിർക്കിന്റെ അംശങ്ങളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിച്ച് തൗഹീദിൽ അടിയുറച്ച് മരണം വരെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.